ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ്. ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ പൈസീസിന് വേണ്ടിയിട്ട്, പൈസീസ് സൺ സൈൻ, മൂൺ സൈൻ, അസെൻഡൻറ്റ് സൈൻസിന് വേണ്ടിയിട്ട് കറൻറ്റ് ഫീലിങ്സിൻ്റെ റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കണേ. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാവർക്കും എല്ലാ മെസ്സേജസ് ചിലപ്പോൾ റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണത് എടുക്കുക, റെസൊനേറ്റ് ആവാത്തത് ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോസിനെ കമൻറ്റ് ചെയ്യുക. വീഡിയോസിൽ ഇത് ചെയ്യുമ്പോഴാണ് എനിക്ക് നിങ്ങളുടെ എനർജീനെ ശരിക്കും ടാപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. എനർജി ടാപ്പ് ചെയ്യുമ്പോഴാണ് ഫ്യൂച്ചർ വീഡിയോസ് നിങ്ങൾക്ക് റെസൊനേറ്റ് ആവുക. അപ്പോൾ ഇത് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ്, ലൈക്ക്, കോമെൻറ്റ്. പേഴ്സണൽ റീഡിങ്സിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്, പക്ഷെ അത് നിങ്ങളുടെ സിറ്റുവേഷനും നിങ്ങളുടെ എനർജി അനുസരിച്ചിട്ടാണ്. അപ്പോൾ അത് കൂടുതൽ റെസൊനേറ്റ് ചെയ്യും. ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ കോൺടാക്ട് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. നിങ്ങൾ കോൺടാക്ട് ചെയ്യുമ്പോൾ ഞാൻ പേയ്മെൻറ്റ് ഡീറ്റെയിൽസും അയച്ചു തരും. എൻ്റെ ചാനലിൻ്റെ മെമ്പർ ആവാൻ വേണ്ടിയിട്ട് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഉടനെ റീഡിങ്സ് ഒക്കെ കാണണം, വെയിറ്റ് ചെയ്യണ്ടെന്നുണ്ട് വെച്ചാൽ നിങ്ങൾക്ക് എൻ്റെ ചാനലിൽ മെമ്പറായിട്ട് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്ത ഉടനെ നിങ്ങൾക്ക് അത് കാണാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. എന്താ മെസ്സേജസ് വരണേ നിങ്ങൾക്ക് വേണ്ടി നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിൽ കാണാം. അപ്പോൾ പൈസീസ് എന്താണ് നിങ്ങളുടെയും നിങ്ങളുടെ പേഴ്സൻ്റെ ഇടയ്ക്ക് ഇപ്പോഴത്തെ കറൻറ്റ് സിറ്റുവേഷൻ നമ്മൾക്ക് നോക്കാം. കറൻറ്റ് സിറ്റുവേഷൻ നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് പൈസീസിൻ്റെ പേഴ്സൻ്റെ ഇടയ്ക്ക് കറൻറ്റ് സിറ്റുവേഷൻ ഇപ്പോഴത്തെ 6 ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. ഇവിടെ സ്റ്റാർ എനർജി ഉണ്ട്, ക്വീൻ ഓഫ് പെൻറ്റിക്കിൾസ് വന്നിരിക്കണു. അപ്പോൾ 6 ഓഫ് പെൻറ്റിക്കിൾസ് ഒരു ഇംബാലൻസ്ഡ് എനർജിയാണ്. ഓക്കെ, ഈ കറൻ്റ്ലി ഈ റിലേഷൻഷിപ്പിൽ ഒരു പേഴ്സൺ കുറേ എഫേർട്ട് ഇടുന്നുണ്ട്, മറ്റേ പേഴ്സൻ്റെ സൈഡിൽ നിന്ന് അത്ര എഫേർട്ട് ഇല്ല. അപ്പോൾ ഞാനിവിടെ ഒരു ഹീലിംഗ് എനർജിയും കാണുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കാരണം ഒരു പേഴ്സണിന് എപ്പോഴും അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ട്, അത് ഈ പേഴ്സൺ അവർക്ക് എനിക്ക് വേണ്ടിയിട്ട് അത്ര ഫീലിങ്സ് ഇല്ല എന്ന് ആ ഒരു മനസ്സിലുണ്ട്. അപ്പോൾ ഇവിടെ ഹീലിംഗ് എനർജി ഉണ്ട്, ഹോപ്പ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ രണ്ടാൾക്കും ഹോപ്പ് ഉണ്ട് അത് ഈ സിറ്റുവേഷനിൽ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവും എന്ന്. ക്വീൻ ഓഫ് പെൻറ്റിക്കിൾസ് ഇവിടെ ഒരു ടോറസ്, വെർഗോ, കാപ്രിക്കോൺ എനർജിയാണ്. അപ്പോൾ ഈ ക്വീൻ ഓഫ് പെൻറ്റിക്കിൾസ് ഇവിടെ എന്താണ് എനർജി? പേജ് ഓഫ് കപ്സ്. അപ്പോൾ നിങ്ങൾ ഡീൽ ചെയ്യണത് ഒരു എൽഡർലി പേഴ്സൻ്റെ കൂടെയാണ്. പറഞ്ഞാൽ എൽഡർലി പറഞ്ഞാൽ കുറച്ചൊരു ഏജ് ഗ്യാപ്പ് ഉണ്ട് നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക്. ഈ പേഴ്സൺ ചിലപ്പോൾ ഒരു മാരിഡ് പേഴ്സണും ആവാം, അതല്ല വെച്ചാൽ അവരുടെ കുട്ടികളുണ്ട്, ഫാമിലി ഉണ്ട്, അങ്ങനത്തെ ഒരു എനർജിയും ആവാം. ഈ സ്റ്റാർ എനർജി എന്താണ് ഇവിടെ? ക്വീൻ ഓഫ് കപ്സ്, 6 ഓഫ് പെൻറ്റിക്കിൾസ് എന്താണ് ഇവിടെ? അപ്പോൾ ഇവിടെ ഒരു സെപ്പറേഷൻ്റെ എനർജിയും കാണാണ്ട്, ഹീലിംഗിൻ്റെ എനർജി ഉണ്ട്. അപ്പോൾ ഈ കാര്യം ഞാൻ പറഞ്ഞ മാതിരി ഈ സിറ്റുവേഷനിൽ ഒരു പേഴ്സൺ എഫേർട്ട് ഇടുന്നുണ്ട്, മറ്റേ പേഴ്സൻ്റെ സൈഡിൽ നിന്ന് അത്ര എഫേർട്ട് ഇല്ല. അതുകൊണ്ട് നിങ്ങളുടെ രണ്ടാളുടെയും ഇടയ്ക്ക് ഒരു സെപ്പറേഷൻ എനർജി കാണാണ്ട്. സെപ്പറേഷൻ അല്ല വെച്ചാൽ ഒരു പറഞ്ഞാൽ അത്ര മുമ്പത്തെ മാതിരി ഒരു കണക്ഷൻ ഇല്ല. പക്ഷേ നിങ്ങൾക്ക് ഹോപ്പ് ഉണ്ട് അത് ഈ സിറ്റുവേഷനിൽ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവും. ഫ്യൂച്ചറിൽ എപ്പോഴെങ്കിലും ഈ പേഴ്സൺ എൻ്റെ അടുത്തേക്ക് തിരിച്ചു വരും, അങ്ങനെ ഒരു ഹോപ്പ് ഞാനിവിടെ കാണുന്നുണ്ട്. ഞാനിവിടെ കാണുന്നത് ഒരു ഹാർഡ് വർക്കിംഗ് പേഴ്സൺ ഉണ്ട്. നിങ്ങളുടെ പാർട്ട്ണറുടെ എനർജി ആവാം അത്, പക്ഷേ ഈ പേഴ്സൺ മാരിഡും ആവാം. ഓക്കെ, അപ്പോൾ എന്താണ് ഇവിടെ പാസ്റ്റിലുണ്ടായേ? നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് പാസ്റ്റ് എനർജി എന്താണ്? പാസ്റ്റിൽ ഞാനൊരു വെരി സ്റ്റേബിൾ എനർജിയാണ് കാണുന്നത്, ഒരു പുതിയ തുടക്കം. നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് ഇത് തുടങ്ങിയത് കുറേ ഒരു സ്റ്റേബിലിറ്റിയുടെ കൂടെയാണ്. കുറേ ഒരു ഫ്രണ്ട്ഷിപ്പ് എനർജിയും ഉണ്ട് ഇവിടെ. സീരിയസ് ആണ് നിങ്ങൾ രണ്ടാളും ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച്. പക്ഷെ ചില ഇഷ്യൂസ് ഉണ്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് രണ്ടാൾക്കും ഒരു പേടി ഉണ്ടായിരുന്നു, എങ്ങനെയാണ് ഇത് മുമ്പോട്ട് കൊണ്ടുപോകേണ്ടതെന്ന് അറിയില്ല. അതിൻ്റെ കാരണം കുറേ ഇവിടെ സ്ട്രെസ് ഉണ്ട്, ഓവർ തിങ്കിങ് ഉണ്ട്. എന്താണ് ഈ 9 ഓഫ് വോൺസിൻ്റെ കാരണം? ഏസ് ഓഫ് വോൺസ് ഇതൊരു പാഷനറ്റ് റിലേഷൻഷിപ്പാണ്. ഒരു എഫെയർ ആവാം, നിങ്ങളും ഈ പേഴ്സൻ്റെ ഇടയ്ക്ക് ഈ റിലേഷൻഷിപ്പ് ഒരു എഫെയർ ആവാം. നിങ്ങൾ രണ്ടാളും മീറ്റ് ചെയ്തത് ഓഫീസിലായിരിക്കും, സെയിം സ്ഥലത്ത് ജോലി ചെയ്യണ എനർജി ഇവിടെ കാണാണ്ട്. അപ്പോൾ എന്താണ് ഇവിടെ ഏറ്റവും വലിയ ഇഷ്യൂ? ഈ റിലേഷൻഷിപ്പിൽ ഏറ്റവും വലിയ ചാലഞ്ച് എന്താണ്? ഏറ്റവും വലിയ ചാലഞ്ച് നൈറ്റ് ഓഫ് സോഡ്സ് എന്താണ് ഇവിടെ?
അപ്പോൾ ഇവിടെ ഒരു ചോയ്സ് ഉണ്ട്. ഓക്കെ, ഈ റിലേഷൻഷിപ്പ്, ഈ സിറ്റുവേഷനിൽ രണ്ടാൾക്കാരുടെ ഇടയ്ക്ക് ചോയ്സ് ചെയ്യേണ്ട എനർജി ഇവിടെ കാണാണ്ട്. ഇപ്പോൾ ഈ ചോയ്സ് നിങ്ങളുടെ ലൈഫിലാണോ അവരുടെ ലൈഫിലാണോ അത് പറയാൻ പറ്റില്ല. പക്ഷേ എനിക്ക് തോന്നുന്നത് നിങ്ങൾ ഡീൽ ചെയ്യണ പേഴ്സൺ മാരീഡ് ആണ്. അപ്പോൾ അവർക്കൊരു ചോയ്സ് ഉണ്ടാക്കേണ്ടി വന്നു, നിങ്ങളും വേറൊരു പേഴ്സണിൻ്റെ ഇടയ്ക്ക്. അതുകൊണ്ട് ആ ചോയ്സ് ഇവർക്ക് ചെയ്യാനും പറ്റില്ല. പറഞ്ഞാൽ ഒരു ഇംബാലൻസ്ഡ് എനർജി ഇവിടെ കാണാണ്ട്. പക്ഷെ എന്തോ ഷോക്കിംഗ് ചേഞ്ച് ഉണ്ടാവുന്നുണ്ട് ഈ റിലേഷൻഷിപ്പിൽ, എന്തോ ഒരു മാറ്റം വരാൻ പോകുന്നുണ്ട്. 8 of Pentacles. ഞാനിവിടെ കാണുന്നത് എന്തോ ഡിഫിക്കൾട്ട് സമയം ഉണ്ടായിരുന്നു നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക്. അത് വിട്ടിട്ട് നിങ്ങൾ മുമ്പോട്ടേക്ക് പോകണു. പക്ഷേ ഒരുമിച്ചിട്ടാണോ ഒരുമിച്ച് നിങ്ങൾ മുമ്പോട്ടേക്കാണോ പോണത്? എനിക്ക് തോന്നുന്നത് ഈ പേഴ്സൺ അവരുടെ ഫാമിലീനെ വിടാൻ പോണില്ല. അപ്പോൾ നിങ്ങളെ അവർ ലെറ്റ് ഗോ ചെയ്യാണോ? എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. പക്ഷേ നമ്മൾക്ക് നോക്കാം എന്താണ് ഈ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. അവരുടെ ഫീലിങ്സ് ഫൂളാണ്. അപ്പോൾ അവർക്ക് ഇവിടെയും ഞാൻ കാണുന്നത് നിങ്ങളൊരു അഡ്വെഞ്ചർ മാതിരിയാണ് അവർ നിങ്ങളെ കാണുന്നത്, ഒരു ന്യൂ ബിഗിനിങ്, ഒരു പുതിയ തുടക്കം. പക്ഷേ ഇവിടെ കമ്മിറ്റ്മെൻ്റ് ഇല്ല. 10 of Swords, ഇവിടെ ഒരു ബിട്രയലിൻ്റെ എനർജി ഉണ്ട്, ഒരു എൻഡിങ്ങിൻ്റെ എനർജി ഉണ്ട്. അപ്പോൾ ഈ സമയത്ത് അവർക്ക് ഈ സിറ്റുവേഷനിൽ ഇപ്പോൾ വേറെ ഒരു പുതിയ തുടക്കം ഉണ്ടാവാൻ ചാൻസ് ഇല്ല എന്നാണ് അവർക്ക് തോന്നുന്നത്. അവർക്ക് ടോട്ടലി ഈ സിറ്റുവേഷനിൽ ഒരു എൻഡിങ് ആയിട്ടാണ് ഫീൽ ചെയ്യണത്. പക്ഷേ ഇവിടെ അവർക്ക് നിങ്ങളുടെ കൂടെ സംസാരിക്കണം എന്നുണ്ട്, കോൺടാക്റ്റ് ചെയ്യണം എന്നുണ്ട്. ചിലപ്പോൾ അവർ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യും. എന്താണ് നിങ്ങളുടെ ഫീലിങ്സ് ഈ പേഴ്സണിന് വേണ്ടിയിട്ട്? നിങ്ങളുടെ ഫീലിങ്സ്, ഇവിടെ കുറേ ബ്ലോക്സ് ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാം. പക്ഷെ നിങ്ങൾക്ക് ലെറ്റ് ഗോ ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യാൻ റെഡിയുമല്ല, നിങ്ങൾ ഫൈറ്റ് ചെയ്യാൻ റെഡിയാണ്. ഇവിടെ ഹാർട്ട് ബ്രേക്ക് ഉണ്ട്, നിങ്ങളും കുറേ ഡിസപ്പോയിൻറ്റഡ് ആണ്. ഇവിടെ ഒരു എൻഡിങ്ങിൻ്റെ എനർജി നിങ്ങളുടെ ഭാഗത്തിലും ഉണ്ട്, ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ്റെ എനർജിയും ഉണ്ട്. അപ്പോൾ നിങ്ങൾ മൂവ് ഓൺ ചെയ്യാൻ നോക്കണവുമല്ലേ, പക്ഷേ കുറേ ഡിഫിക്കൾട്ടാണ് നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്യാൻ. നിങ്ങൾ കുറേ സ്റ്റക്കായി ഫീൽ ചെയ്യണു. അപ്പോൾ ഈ സിറ്റുവേഷനിൽ ഔട്ട്കം എന്തായിരിക്കും? ഔട്ട്കം ആണ് ഏസ് ഓഫ് കപ്സ്. ഞാനിവിടെ ഒരു പുതിയ തുടക്കം കാണുന്നുണ്ട് നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക്. അപ്പോൾ ഈ പേഴ്സൺ ചിലപ്പോൾ നിങ്ങളെ മെസ്സേജ് ചെയ്യും, അപ്പോഴായിരിക്കും ഇവിടെ ഒരു റിന്യൂവൽ ഉണ്ടാവണേ നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക്. ഒരു സെപ്പറേഷൻ കഴിഞ്ഞിട്ട് ഉണ്ടാവണ റിന്യൂവലാണ് ഇത്. പക്ഷേ ആ തേർഡ് പാർട്ടി ഇപ്പോഴും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ റിന്യൂവൽ ഉണ്ടായാലും ആ പ്രശ്നങ്ങളൊക്കെ അങ്ങനെ തന്നെ ഉണ്ട്, അതിലൊരു മാറ്റവും ഇല്ല. ആദ്യം നിങ്ങൾ രണ്ടാളും ഈ സിറ്റുവേഷനിൽ ഒരു ബാക്ക് ഔട്ട് ചെയ്യണോ. അപ്പോൾ ഇതൊരു സൈക്കിൾ മാതിരിയാണ്. പറഞ്ഞാൽ ഒരു പുതിയ തുടക്കമുണ്ട്, റൊമാൻസ് ഉണ്ട്, പക്ഷേ ഒരു സെപ്പറേഷൻ ഉണ്ട്, തേർഡ് പാർട്ടി ഉണ്ട്. ആദ്യം നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് വഴക്കുണ്ടാവണു, സെപ്പറേഷൻ ഉണ്ടാവണു. അപ്പോൾ അതങ്ങനെ ഒരു സൈക്കിൾ പോലെയാണ്. ഇവിടെ ഒരു ക്ലാരിറ്റി ഇല്ലാത്ത എനർജി ഉണ്ട് നിങ്ങൾക്ക്. മൂൺ നിങ്ങളുടെ എനർജിയാണ്. നിങ്ങൾക്ക് ക്ലാരിറ്റി ഇല്ല, ഇതെന്താ വേണ്ടേ ചെയ്യണ്ടേ ഒന്നും അറിയില്ല. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനിലാണ് നിങ്ങൾ. ഔട്ട്കമ്മിലും ഞാൻ കാണുന്നത് നിങ്ങൾക്ക് ക്ലാരിറ്റി വരണ വരെ നിങ്ങളിങ്ങനെ തന്നെ ഒരു റിപ്പീറ്റഡ് സൈക്കിളിൽ തന്നെ ആയിരിക്കും. അപ്പോൾ എന്താണ് ഇവിടെ മെസ്സേജ്? ദിസ് കുഡ് ബി ദ വൺ വന്നിട്ടുണ്ട്. യു ഹവ് ഓൾറെഡി മെറ്റ് ദ റൊമാൻറ്റിക് പാർട്ട്ണർ യു സീക്ക്. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഈ പേഴ്സൺ നിങ്ങളുടെ ഫ്യൂച്ചർ പാർട്ട്ണറാണ്. നിങ്ങൾക്ക് അങ്ങനെയാണ് തോന്നുന്നത്, അത് ഈ പേഴ്സണിൻ്റെ കൂടെയാണ് എൻ്റെ ഫ്യൂച്ചർ ഉള്ളതെന്ന്. റൗണ്ട് ആൻഡ് റൗണ്ട്, ഞാൻ പറഞ്ഞ മാതിരി സൈക്കിൾ. ഇതൊരു സൈക്കിളിൽ നിങ്ങൾ ആണ് ഈ പേഴ്സണിൻ്റെ കൂടെ. എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഈ സൈക്കിളിൽ നിന്ന് പുറത്ത് വരാൻ പറ്റില്ല. ആ സെയിം സൈക്കിൾ നിങ്ങളുടെ ലൈഫിൽ റിപ്പീറ്റ് ആവണോ. റൗണ്ട് ആൻഡ് റൗണ്ട് സൈക്കിൾസ് ട്രിഗേഴ്സ് ലെസൺസ്. അപ്പോൾ നിങ്ങൾക്ക് ആ ലെസൺ കിട്ടണ വരെ നിങ്ങൾ ഇങ്ങനെ തന്നെ ഈ സെയിം സിറ്റുവേഷനിൽ കണ്ടിന്യൂ ചെയ്യും. എന്താണ് ഇവിടെ? ലവ് സക്സ്. യു ഹാവ് സ്റ്റോപ്ഡ് ബിലീവിങ് ഇൻ ലവ്. ലെറ്റ് യുവർ സെൽഫ് ഹീൽ സോ യു ക്യാൻ ബി ഓപ്പൺ അഗൈൻ. നിങ്ങളുടെ അടുത്ത് ചിലവർ ഇപ്പോൾ കുറേ ഹാർട്ട് ബ്രോക്കൺ ആണ്, അതുകൊണ്ടാണ് ഈ ലവ് സക്സ് എന്ന് വന്നത്. എന്താ വെച്ചാൽ നിങ്ങൾ ടോട്ടലി അഗെൻസ്റ്റ് ലവ് ആണ് ഇപ്പോൾ. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിംഗ് പൈസീസ്. ഇത് നിങ്ങൾക്ക് റെസൊനേറ്റ് ചെയ്ത് വെച്ചാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് വേണം വെച്ചാൽ കോൺടാക്ട് ചെയ്യുക. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്, പക്ഷേ നിങ്ങൾക്ക് കുറച്ചുകൂടിയും ക്ലാരിറ്റി കിട്ടും ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ. അപ്പം എന്നെ കോൺടാക്ട് ചെയ്യുക.
പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് ഞാൻ അയച്ചു തരും. ഞാൻ തിരിച്ചു വരും വേറെ ഒരു റീഡിങ് കൊണ്ടുവന്ന്. പക്ഷേ ഇത് ഇഷ്ടപ്പെട്ടു വെച്ചാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ടേക്ക് കെയർ, ഓൾ ദി ബെസ്റ്റ്.